എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും ജനനത്താൽ ദൈവമക്കൾ എന്ന അവകാശത്തിലേക്കും പദവിയിലേക്കും എങ്ങനെയാണ് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്ന വിമോചനമാണ് ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മനുഷ്യർക്കുള്ള ഏക മാർഗം. യേശുവിൻ്റെ ശിഷ്യരായി തീരുന്നതിനുള്ള ചില യഹൂദരുടെ ആഗ്രഹം വളരെ ഉപരിപ്ലവവും നൈമിഷവുമായിരുന്നു. കാരണം പഴയ ചില ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ ജന്മാവകാശം എന്ന നിലയിൽ തങ്ങൾക്കുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന ആത്മീകവും ധാർമ്മികവുമായ ചില സാമൂഹിക പദവികളോട് കൂട്ടിച്ചേർക്കുന്ന ഒരു അലങ്കാരമായി മാത്രമേ യേശു നൽകുന്ന നിത്യജീവനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുള്ളൂ. അബ്രഹാമിൻ്റെ സന്തതിയെന്നും ദൈവമക്കൾ എന്നുമുള്ള അവരുടെ അവകാശവാദങ്ങളെ യേശു ചോദ്യം ചെയ്യുകയാണ് ഈ വേദഭാഗത്ത്. ഒന്ന്, അബ്രഹാമിൻ്റെ മക്കൾ എന്ന പദവി പാരമ്പര്യം കൊണ്ട് ലഭിക്കുന്നതാണ് എന്നതിനേക്കാൾ അത് പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതായത് അബ്രഹാമിൻ്റെ മക്കളാകണമെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതാണ് നീതീകരണമായി മാറിയത്. വാർദ്ധക്യകാലത്ത് തനിക്ക് ഒരു മകൻ ഉണ്ടാകാൻ പോകുന്നു എന്ന ദൈവീക അരുളപ്പാടും ചാർച്ചക്കാരെയും സ്വന്തം ഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന കൽപ്പനയും അബ്രഹാം വിശ്വസിച്ചു. പിന്നീട് തൻ്റെ വാഗ്ദത്ത സന്തതിയെ ബലി അർപ്പിക്കാനുള്ള കൽപ്പനയും ശിരസാ വഹിച്ചു. തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു സക്കായിയെയും കൂനിയായിരുന്ന സ്ത്രീയെയും അബ്രഹാമിൻ്റെ മകനെന്നും മകളെന്നും വിളിക്കുന്നത് ശ്രദ്ധേയമാണ്. കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ അബ്രഹാമ്യ പാരമ്പര്യത്തിന് യോജിച്ചതായിരുന്നു. അബ്രഹാമിൻ്റെ മക്കൾ എന്നത് അവകാശമല്ല, വിശ്വാസ പ്രതികരണത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. 2, യഹൂദർ ദൈവത്തിൻ്റെ പിതൃത്വത്തിലും തങ്ങളുടെ സാഹോദര്യ ബന്ധത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നു. ഒരു ജനത എന്ന നിലയിൽ ദൈവം തങ്ങളുടെ മാത്രം പിതാവാണ് എന്ന് അവർ കരുതി. അവരെ പിതാവാം ദൈവത്തെ അറിയുന്നില്ല എന്ന് യേശു യഹൂദരോട് പറഞ്ഞപ്പോൾ അവർക്ക് അത് ഒരു തരത്തിലുള്ള ഞെട്ടലാണ് ഉളവാക്കിയത്. ഭക്തിയുടെ ഊർജ്ജസ്വലമായ ആവിഷ്കാരങ്ങളിലൂടെ തങ്ങളുടെ മതവിശ്വാസത്തെ അവർ പരസ്യമാക്കിയിരുന്നു. പെരുന്നാളുകളും ഉത്സവങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. അവരുടെ ഒരു മതാത്മകതയുടെ ആവിഷ്കാരങ്ങളായിട്ട് മാറി. എന്നാൽ അതേ സമയത്ത് തന്നെ അവർ ദൈവപുത്രനെ കൊന്നുകളയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം 36-ാം വാക്യം മുതൽ 45 വരെയുള്ള ഭാഗത്ത് കർത്താവ് അങ്ങനെ അവരോട് സമ്മതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധിക്കും പരിപാവനതയ്ക്കുമുള്ള ഒരു ഉറപ്പും മതാചാരങ്ങൾ നൽകുന്നില്ല. ദൈവവചനത്തിന് അവരിൽ ഇടം ഉണ്ടായിരുന്നുമില്ല. ദൈവവചനത്തെ നിഷേധിക്കുന്നതിലൂടെ അവർ ദൈവത്തെ തന്നെ നിഷേധിക്കുന്നു. ഏത് മത ആചരണവും അർത്ഥപൂർണമാകുന്നത് ദൈവവചനത്തിൻ്റെ സ്വാധീനത്തിൽ അവ ആവിഷ്കൃതം ആകുമ്പോഴാണ്. മറ്റൊരു ചിന്ത ഈ ഭാഗത്ത്, യേശു ഉച്ചരിക്കുന്ന വാക്കുകൾ അവർ ദൈവമക്കൾ എന്നുള്ള അവകാശവാദത്തെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, അവർ സാത്താൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു.
സാത്താന്റെ സ്വഭാവങ്ങളായ ഭോഷ്കും കൊലപാതക താല്പര്യവുമൊക്കെ അവരിൽ പ്രകടമാണ്. ആദമിനും ഹവയ്ക്കും ഉണ്ടായിരുന്ന അനശ്വര ജീവനെ സാത്താൻ കൊള്ളയടിക്കുകയായിരുന്നു. ആദമിനോടും ഹവയോടും അവർ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ ഭോഷ്ക് പറഞ്ഞു. പാപത്തിൽ വീണുപോയ മനുഷ്യർ സാത്താന്യ പിതാവിൽ നിന്നും ഈ സ്വഭാവങ്ങൾ സ്വായത്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പാരമ്പര്യവാദത്തിന്റെ തിമിരം മൂടിയ കണ്ണുകൾ കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയാതെ പോകുന്ന അന്ധത നമ്മെ ബാധിച്ചിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുത്രനിലൂടെ ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. നമ്മൾ തിരഞ്ഞെടുക്കാത്ത നമ്മുടെ ജനന സുഹൃതങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നതിനേക്കാൾ ദൈവ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. മതാത്മകതയുടെ ബാഹ്യ ആചാര അനുഷ്ഠാനങ്ങൾ വിഗ്രഹവൽക്കരിച്ച് വചനത്തിന്റെ ശക്തിയാൽ അവയൊക്കെ ഒന്ന് സചേതനമാക്കാൻ അനുവദിക്കാത്ത ബന്ധനം നമ്മിലുണ്ടെങ്കിൽ വചനത്തിലൂടെ അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് വീണ്ടും ജനനം എന്ന് പറയുക. വീണ്ടും ജനനത്താൽ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അതിൽ നിലനിൽക്കാൻ, ജീവിക്കാൻ, വളരാൻ ദൈവവചനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആചാരങ്ങളിലൂടെ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് അവരുടെ വചനം ഞങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങൾ നൽകണമേ. മറ്റ് ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ കഴിയുന്നവർക്ക് കർത്താവെ അവിടുന്ന് വഴിയായും വാതിലായും കൂടെ ഇരിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.